സഞ്ജീവ് ജയ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഡോളിൻ്റെ സ്കിൻ ടോൺ മിക്സ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് നേരത്തെ എങ്ങനെയാണ് സ്കിൻ ടോൺ മിക്സ് ചെയ്തെടുക്കുന്നതെന്ന്. ഡോൾസിനും അതുപോലെ തന്നെ സ്കൾപ്ചേഴ്സിനും ഒക്കെ നമ്മൾ സ്കിൻ ടോൺ കൊടുക്കുമ്പോൾ ഏതൊക്കെ കളറാണ് മിക്സ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. ഇതൊരു ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കളർ മിക്സിങ്ങിന് പ്രത്യേകിച്ച് ഇത്ര കളർ എടുത്ത് മിക്സ് ചെയ്യുക അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പല സ്കിൻ ടോണ് വ്യത്യാസമാണ്. നമുക്കറിയാം നമ്മുടെ സ്കിൻ ടോണ് പോലും നമ്മൾ ഈ കാണുന്ന ഒരു ഫ്ലഷ് ടിൻ്റ് എന്ന് പറയുന്ന ഒരു കളർ മാത്രമൊന്നുമല്ല, പല പല കളേഴ്സ് പല പല ടോൺസ് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്തു പോരുന്ന ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഒരുപാട് ആർട്ടിസ്റ്റ് ഞാൻ ചെയ്ത് കണ്ടിട്ടുമുണ്ട്. ഞാൻ എങ്ങനെയാണ് മിക്സ് ചെയ്തിട്ട് ഒരു ഫെയർ ടു ഡാർക്ക് ടോൺസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് 3 ഷെയ്ഡ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചോട്ടെ. ഈ ഒരു സ്കിൻ ടോൺ മിക്സിംഗ് എന്ന് പറയുന്നത് ഒരു അക്രിലിക് പെയിന്റിങ്, നമ്മൾ സാധാരണ പേപ്പറിൽ അല്ലെങ്കിൽ ക്യാൻവാസിൽ ചെയ്യുന്ന പെയിന്റിങ്ങിന് മിക്സ് ചെയ്യുന്ന ആ ഒരു രീതി അല്ല. ഇത് ഈവൻ ടോൺ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ഡോൾസിന് അല്ലെങ്കിൽ സ്കൾപ്ചേഴ്സിന് ഒരു ബേസ് ടോണ്, അതായത് ഓരോ ടോണിലുള്ള ഡോളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പം മീഡിയം ടോൺ അല്ലെങ്കിൽ ഡാർക്ക് ടോൺ അല്ലെങ്കിൽ ഫെയർ ടോൺ, ഈ 3 ടോണിൽ നമ്മൾ ബേസ് ആയിട്ട് കൊടുക്കുന്ന കളർ മിക്സിംഗ് ആണ് കാണിക്കുന്നത്. പിന്നീട് ഈ ഒരു ഫേസിൽ നമുക്ക് മേക്കപ്പ് ചെയ്യുന്നതും ഫേസ് എൻഹാൻസ് ചെയ്യുന്നതും നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് പിന്നീട് ചെയ്യാം. അപ്പോൾ അത് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുക എങ്ങനെയാണ് ഈ കളേഴ്സ് മിക്സ് ചെയ്യുക എന്നുള്ളത്. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കളേഴ്സ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുന്ന അക്രിലിക് കളേഴ്സാണ്. അതായത് ഇപ്പോൾ ഫ്ലഷ് ടിൻ്റ് എന്ന് പറയുന്ന ഒരു കളറാണ് ബേസിക്കലി എല്ലാവരും ഡോൾസ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. വേറെ കളർ മിക്സ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെയും അത് വളരെ റയറാണ്. അപ്പോൾ എളുപ്പത്തിന് അതാണ് മിക്സ് ചെയ്യാറ്. പക്ഷെ അത് കൊടുക്കുമ്പോൾ നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ ഞാനും ആദ്യം അങ്ങനെയൊക്കെയാണ് പെയിൻറ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കൊടുക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ഒറിജിനൽ ആയിട്ടുള്ള കളർ ടോൺസ് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഒരു രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള കളേഴ്സ് മാത്രമാണ് യൂസ് ചെയ്യുക. ഒരു ചെറിയൊരു പാക്കറ്റ് ഓഫ് ഫാബ്രിക് പെയിൻറ്റോ അല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റോ നമ്മൾ വാങ്ങിച്ചാലും കിട്ടുന്ന കളേഴ്സ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് ഈ ഒരു കളർ മിക്സിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടൊരു പാലറ്റ് എടുത്തിട്ടുണ്ട്. ഇത് പുതിയ പാലറ്റാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കളേഴ്സ് എടുക്കാം. ഞാനിവിടെ ലെമൺ യെല്ലോ എടുത്തിട്ടുണ്ട്, വൈറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ക്രിംസൺ എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് കുറച്ച് ബ്ലൂ വേണം, പിന്നെ നമുക്ക് വേണ്ടത് ബേൺ സിയന്നയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ 3 ഫേസസ് ആണ്. പെയിൻ്റ് അടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 3 ഫേസ് ഇവിടെ സ്കൾപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കളറായിട്ട് പാലറ്റിലേക്ക് എടുക്കാം. ഇപ്പോൾ ഈ കളേഴ്സ് എല്ലാം തന്നെ ഒരുമാതിരി നമ്മൾ അക്രിലിക് പെയിൻറ്റ് വാങ്ങിക്കുമ്പോൾ ആ ബോക്സിലുള്ള കളേഴ്സാണല്ലോ. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലും ഇത് കാണും, പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ. അപ്പോൾ ഇതിപ്പോൾ എത്ര എമൗണ്ടിൽ എടുക്കണം എന്നൊന്നുമില്ല, ഏകദേശം എല്ലാവരും ഈക്വൽ എമൗണ്ടിൽ എടുക്കാം. ബ്ലൂ മാത്രം നമുക്ക് വളരെ കുറച്ച് മതി, ബാക്കിയെല്ലാം നമുക്കൊരു ഏകദേശം ഒരു ഈക്വൽ എമൗണ്ടിൽ എടുക്കാവുന്നതാണ്. ഈ ഒരു ലെമൺ യെല്ലോയ്ക്ക് പകരം നിങ്ങൾക്ക് ക്രോം യെല്ലോയോ അല്ലെങ്കിൽ ഗോൾഡൻ യെല്ലോയോ യെല്ലോ ഓക്കറോ എടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ എല്ലാ കളേഴ്സും ഈ ഒരു പാലറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്രഷ് എടുത്തതിന് ശേഷം ആദ്യം ഞാൻ എടുക്കുന്നത് യെല്ലോയാണ്. യെല്ലോ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ക്രിംസൺ റെഡും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമുക്കൊരു ഏകദേശം ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് കിട്ടും. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് വൈറ്റും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. ഇതിന് ഞാൻ പറഞ്ഞ പോലെ ഒരു കറക്റ്റ് അളവൊന്നുമില്ല. നമ്മളിങ്ങനെ കളർ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റും ആ ഒരു ഷെയ്ഡിൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ ഏകദേശം ഒരു ലൈറ്റായിട്ടുള്ള ഒരു സ്കിൻ ടോൺ പോലത്തെ നമ്മുടെ ഫ്ലഷ് ടിൻ്റിൻ്റെ ഒക്കെ ഒരു കളർ പോലെയൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടോണ് മതിയെങ്കിൽ അതെടുക്കാം. അത് കുറച്ച് ആർട്ടിഫിഷ്യലാണ്. അപ്പോൾ ഇനി ഈ ഒരു മിക്സിലേക്ക് ഞാൻ കുറച്ച് ബേൺ സിയന്ന ആഡ് ചെയ്തു. ബേൺ സിയന്ന ആഡ് ചെയ്യുമ്പോൾ കുറച്ച് വിയേർഡായിട്ടുള്ള കളറാണ് വരണമെങ്കിൽ കുറച്ച് യെല്ലോ ആഡ് ചെയ്ത് നോക്കുക. റെഡും അതുപോലെ തന്നെ ബ്ലൂ ആഡ് ചെയ്യുമ്പം കൂടുതൽ ശ്രദ്ധിക്കുക.
അതിനുശേഷം ഞാനിവിടെ ഏകദേശം ഒരു കളർ ടോൺ കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ബ്ലൂവും കൂടെ ഇട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ കണ്ടോ, അതിൻ്റെ ആ ഒരു ഷെയ്ഡ് തന്നെ മാറിപ്പോയി. അതിനുശേഷം കുറച്ച് വൈറ്റ് ആഡ് ചെയ്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഇപ്പോൾ വീണ്ടും നമ്മുടെ കളർ ഏകദേശം ഒരു സ്കിന്ന് പോലെയൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് കുറച്ച് ബ്ലൂയിഷ് ആയിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും യെല്ലോ ആഡ് ചെയ്ത് നോക്കി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു രസമുള്ള പരിപാടിയാണ് കേട്ടോ. ഒരുമാതിരി നമ്മൾ ഒരു കളറ് കൊണ്ട് കളിക്കുക എന്ന് പറയും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഓരോ കളേഴ്സും ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഫുൾ ഈവൻ ടോൺ കിട്ടുന്ന രീതിയിൽ ബ്ലെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഞാനിങ്ങനെ വൈറ്റും അതുപോലെ തന്നെ മറ്റ് പല കളേഴ്സും ബ്ലൂ ഒഴിച്ച് ബാക്കി 4 കളേഴ്സും കൂടുതലായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ എനിക്ക് എൻ്റെ ലൈറ്റ് സ്കിൻ ടോൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും എൻ്റെ കളർ ചേഞ്ച് എത്രത്തോളം നാച്ചുറലായിട്ട് നമുക്ക് തോന്നുന്നോ അവിടെ വെച്ച് നിർത്തുക. അപ്പോൾ ബ്ലൂ മിക്സ് ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക, ഒരുപാട് ബ്ലൂ മിക്സ് ചെയ്യരുത്, വളരെ കുറച്ച് മാത്രമായിട്ട് മിക്സ് ചെയ്യാവൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് മീഡിയം സ്കിൻ ടോൺ ഉണ്ടാക്കാം. ഞാൻ അതേ ആ ഒരു മിക്സ്ചറിലേക്ക് തന്നെ വീണ്ടും യെല്ലോയും ക്രിംസൺ ഈ ഒരു സ്റ്റേജിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുക. അപ്പോഴേ അത് കുറച്ചുകൂടി ഡാർക്കായിട്ട് വരുള്ളൂ സ്കിൻ ടോണ്. അതിന് ശേഷം അതിനകത്തേക്ക് ബേൺസ് തന്നെ ആഡ് ചെയ്തു, പിന്നെ വീണ്ടും ബ്ലൂ ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു ഈവൻ ടോൺ, ഓരോ പ്രാവശ്യവും ഈവൻ ടോൺ ആക്കിയതിന് ശേഷം മാത്രമേ അടുത്ത കളർ മിക്സ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എല്ലാ കളറും കൂടെ മിക്സ് ചെയ്ത് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകും. ഇപ്പോൾ മീഡിയം സ്കിൻ ടോൺ അല്ലെങ്കിൽ ഒരു ഡസ്കി സ്കിൻ ടോണിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടും റെഡും ബേൺസ് തന്നെയാണ് ഞാൻ എടുക്കാറ്. അതിൻ്റെ കൂടെ കുറച്ചായിട്ട് ബ്ലൂവും കൂടെ മിക്സ് ചെയ്യാണ്. ഇടയ്ക്കിടയ്ക്ക് യെല്ലോയും നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ബ്ലൂ കുറച്ചും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം മാത്രമേ നമുക്ക് കുറച്ചും കൂടെ ഡാർക്കറായിട്ടുള്ള ടോണ് കിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് നമ്മൾക്ക് സാറ്റിസ്ഫൈ ആവുന്നവരെ നമ്മൾ മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സാറ്റിസ്ഫൈ അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഡാർക്കായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കളറിനെക്കാട്ടിലും ഡാർക്കറായിട്ട് വേണ്ടതുകൊണ്ട് നമ്മൾ ഡാർക്കറായിട്ടുള്ള ഷെയ്ഡ്സ് കൂടുതലായിട്ട് മിക്സ് ചെയ്യണം. ഈ ഒരു ബ്ലൂവിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡാർക്കറായിട്ടുള്ള ഗ്രീനും യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ മീഡിയം സ്കിൻ ടോൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് രണ്ടാമത്തെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീഡിയം സ്കിൻ ടോണും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡാർക്ക് സ്കിൻ ടോൺ എങ്ങനെ ചെയ്യാം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു 3 കളറും യെല്ലോയും റെഡും അതുപോലെ ബേൺസിയനെയും ബ്ലൂ കുറച്ചധികം ആവശ്യമുണ്ട്. കാരണം നമ്മുടെ സ്കിൻ ടോൺ വളരെ ഡാർക്കറാണ്. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഈ ഒരു ഷെയ്ഡ് മിക്സ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഡോള് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് എന്തോ ഒരു ഇഷ്ടം കൂടുതൽ തോന്നിയിട്ടുണ്ട്. കാരണം അതിൻ്റെ മേക്കപ്പ് ചെയ്യുമ്പോഴെങ്കിലും ഒക്കെ ഞാനൊരു ആഫ്രിക്കൻ ഡോള് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ളൊരു ഡോളാണ് എൻ്റെ ഒരു ആഫ്രിക്കൻ ഡോൾ ഉമ. ആ ഒരു ഡോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അത് ചെയ്യുമ്പോഴും ഒക്കെ ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു സ്കിൻ ടോണാണ്. ഞാൻ ഇതുപോലെയാണ് അതിൽ കളർ മിക്സ് ചെയ്തത്. സത്യം പറഞ്ഞാൽ കളർ മിക്സിങ്ങിൻ്റെ പ്രാധാന്യം പോലും ഞാൻ ആ ഡോൾ ചെയ്തപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഈ ഒരു 4 കളറും യെല്ലോയും റെഡും ബേൺസിനെ അതുപോലെ തന്നെ ബ്ലൂ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിൽ ഞാൻ കുറച്ചധികം ബ്ലൂ യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് ഒരുപാട് ബ്ലൂ യൂസ് ചെയ്യാനും പാടില്ല, അപ്പോൾ ഭയങ്കര വേർഡായിട്ടിരിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ചായിട്ട് വൈറ്റ് മിക്സ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോൺസ്. അപ്പോൾ ഈ 4 കളേഴ്സ് നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. സത്യം പറഞ്ഞാൽ ഡാർക്ക് സ്കിൻ ടോൺ മേക്ക് ചെയ്യാൻ കൂടുതൽ ചലഞ്ചിങ് ആണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് പ്രത്യേകം സൂക്ഷിച്ച് തന്നെ ചെയ്യണം. എവിടെയെങ്കിലും ഒരു കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ നമ്മുടെ സ്കിൻ ടോൺ തന്നെ ഭയങ്കര മോശമായിട്ട് ഭയങ്കര വിയേർഡായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളിത് 3ാമത്തെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എവിടെ വെച്ചിട്ടാണോ നിങ്ങൾക്കതൊരു നാച്ചുറൽ ഒരു കളറായിട്ട് തോന്നുന്നത് അവിടെ വെച്ച് നിർത്തുക. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ഇത്ര അളവിൽ കളർ മിക്സ് ചെയ്യണമെന്നൊന്നും പറയാൻ കഴിയില്ല. നമ്മൾ ചെയ്ത് തന്നെ നോക്കി സാറ്റിസ്ഫൈ ചെയ്തിട്ട് വേണം ഈ ഒരു
കളർ മിക്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ 3 സ്കിൻ ടോണും ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫേസിൻ്റെ ഒക്കെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഈ 3 ഫേസിലും എങ്ങനെ ഫേസപ്പ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, പ്രത്യേകിച്ച് ഡോൾസൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരും ചെയ്യുന്നവർക്കും ഒക്കെ. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പം ഞാൻ കയ്യിൽ വെച്ച് നോക്കിയപ്പോൾ ഒരു മീഡിയം സ്കിൻ ടോൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളംകൈയുമായിട്ട് ഒരു റിസംബ്ലൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തത് ഒരു വിഷു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ മാക്സിമം ഒരു വ്യാഴാഴ്ചയോടുകൂടി അത് അപ്ലോഡ് ചെയ്യാൻ നോക്കാം, ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ചൂസ്.